പെട്ര, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ സ്വർണ്ണ കുതിപ്പ് അവസാനിച്ചെന്ന നിരീക്ഷണങ്ങളാണ് ഉയരുന്നത്. എന്നാൽ സെൻട്രൽ ബാങ്കുകൾ സ്വർണ്ണം വാങ്ങുന്നത് തുടരുകയാണെങ്കിൽ വില താഴേക്ക് പോകാൻ സാധ്യതയില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില വലിയ ഇടിവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ സ്വർണ്ണക്കുതിപ്പ് അവസാനിച്ചു എന്നാണ് പലരും കരുതിയത്. എന്നാൽ ചില നിരീക്ഷണങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നിടത്തോളം കാലം വില താഴേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാക്കുന്നത്. ആഗോള സാമ്പത്തിക വ്യവസ്ഥിതിയിൽ നിന്ന് അനിശ്ചിതത്വം വർദ്ധിച്ചു വരികയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലും സ്വർണം തന്നെയാണ് ഏറ്റവും വിശ്വസനീയമായ കരുതൽ ധനം എന്ന് തന്നെയാണ് കേന്ദ്ര ബാങ്കുകളുടെ നിലപാട്. ആഗോളതലത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ വർദ്ധിപ്പിക്കുന്നതും പല രാജ്യങ്ങളുടെയും പൊതുക്കടം ഉയരുന്നതുമൊക്കെ സ്വർണത്തിന് ഡിമാൻഡ് കൂട്ടുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ സ്വർണത്തേക്കാൾ മികച്ച മറ്റൊരു മാർഗമില്ലെന്നത് ഒട്ടുമിക്ക പല രാജ്യങ്ങളിലെയും റിസർവ് മാനേജർമാർ വിലയിരുത്തുന്നുണ്ട്. അതേസമയം വില ഉയരുമ്പോൾ കേന്ദ്ര ബാങ്കുകൾക്കും സ്വർണം വാങ്ങുന്നതിനുള്ള ചെലവുകളും വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് തുടരുകയാണെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. വില കൂടിയാലും വിപണിയിൽ സ്വർണത്തിനുള്ള ഡിമാൻഡ് കുറയില്ലെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ലോകത്താകമാനമുള്ള 10 ലക്ഷം കോടി ഡോളറിലധികം ആസ്തി കൈകാര്യം ചെയ്യുന്ന 74 കേന്ദ്ര ബാങ്കുകളിലാണ് ഈ സർവേ റിപ്പോർട്ട് വന്നത്. ഇതിൽ 82% ബാങ്കുകളുടെ പക്കലും നിലവിൽ ഭൗതിക സ്വർണ്ണ ശേഖരമുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 71%. കൂടാതെ വരും വർഷങ്ങളിൽ തങ്ങളുടെ സ്വർണ്ണ ശേഖരം ഇനിയും വർദ്ധിപ്പിക്കാനാണ് 30%-ഓളം ബാങ്കുകൾ പദ്ധതിയിടുന്നതെന്നും മനസ്സിലാക്കാം. വില റെക്കോർഡ് നിലവാരത്തിൽ നിൽക്കുമ്പോഴും വരും വർഷങ്ങളിൽ സ്വർണ്ണവില ഇനിയും ഉയരുമെന്ന് തന്നെയാണ് കേന്ദ്ര ബാങ്കുകളുടെ പ്രതീക്ഷ. 2027 ജൂണോടെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $5000 മുതൽ $6000 വരെ, അതായത് കേരളത്തിൽ ഒരു 1.5 ലക്ഷത്തിന് മുകളിൽ ഉയർന്നേക്കുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത 61%-ഓളം പേരും വിശ്വസിക്കുന്നത്. ഉയർന്ന വില കാരണം സ്വർണം വാങ്ങുന്നത് കുറയ്ക്കുമെന്ന് പറഞ്ഞ് വെറും 28% ബാങ്കുകൾ മാത്രമാണ്. നിക്ഷേപങ്ങൾ പല മേഖലകളിലേക്ക് മാറ്റി സുരക്ഷിതമാക്കുക എന്നതാണ് കേന്ദ്ര ബാങ്കുകളുടെ പ്രധാന ലക്ഷ്യം. 51% ബാങ്കുകളും ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്നുള്ള സുരക്ഷിതത്വം മുൻനിർത്തിക്കൊണ്ടാണ് സ്വർണം സ്വന്തമാക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 11%-ഓളം കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിപണി നേരിടുന്ന ഭീഷണികളിലും മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട്. മുൻപ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾക്കായിരുന്നു പ്രാധാന്യമെങ്കിൽ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ, അമേരിക്കയുടെ വിദേശ നയങ്ങളിലെ അസ്ഥിരത, ഊർജ്ജ പ്രതിസന്ധി എന്നിവയൊക്കെയാണ് പ്രധാന ആശങ്കകൾ. എന്നിരുന്നാലും സ്വർണ്ണവില വരും വർഷങ്ങളിൽ ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. കേരളത്തിൽ 1.5 ലക്ഷത്തിന് മുകളിലേക്ക് സ്വർണ്ണവില ഉടൻ തന്നെ എത്തിയേക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.